പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും അധരം കൊണ്ട് ആ വിശ്വാസം ഏറ്റുപറയുവാനും സാധിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കേണ്ട ഒന്നല്ല വിശ്വാസം. അത് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഈ ഏറ്റുപറച്ചിലാണ് ആദിമ ക്രൈസ്തവ സഭയിൽ വിശ്വാസികളിൽ ഉണ്ടായിരുന്നത്. അവർ തങ്ങൾക്കുള്ളതെല്ലാം ദൈവമഹത്വത്തിന് കൊടുത്തുകൊണ്ട് ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറയുകയും ആ വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്തു. നമ്മളിലുള്ള വിശ്വാസം അത് പ്രഘോഷിക്കപ്പെടേണ്ട ഒന്നാണ്. നമുക്കും ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറയുവാൻ വേണ്ടുന്ന കൃപ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ദൈവം ദാനമായി തന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും കൊടുക്കാം. ആ അനുഗ്രഹങ്ങളെ പ്രതി കർത്താവിൻ്റെ മഹത്വം ഏറ്റുപറയുവാൻ തക്ക വിധത്തിലുള്ള വിശ്വാസം നമ്മളിൽ രൂപപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും എപ്പോഴും നിറയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.